അപ്പോൾ ഈ കൂൺ എന്ന സിനിമയിലോട്ട് എങ്ങനെ വരുന്നത്? കൂൺ എന്ന സിനിമ മീൻസ് എനിക്ക് പ്രശാന്ത് ജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയാവും, കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസർ, അപ്പോൾ ഇവർക്കും എന്നെ ഡാൻസറായിട്ടാണ് അറിയുന്നത്, അപ്പം ഞാൻ ചെയ്യണം, എനിക്ക് പറ്റും. പറഞ്ഞ ക്യാരക്ടറിനൊക്കെ ലുക്ക് ഉണ്ട്, വില്ലനും പോലീസ് ഓഫീസറൊക്കെ വളരെ ലുക്ക് ഉണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഭയങ്കര ലൈക്ക് ഇപ്പോൾ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ പറഞ്ഞ കറക്റ്റാണ്, ഡാൻസർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ടൊരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ടൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പല പല ക്യാരക്ടേഴ്സ് വരുവാണ്. അത് പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി 40കളിലെ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമയിൽ കഥക്ക് ഡാൻസറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് അതിൻ്റെ കഥക്ക് ചെയ്യാൻ, അപ്പോൾ ഞാൻ പിന്നെ അത് ഫ്രണ്ട്സിൻ്റെ ഒരു ഇതാണ്, അപ്പോൾ ഞാൻ വേണ്ട പറ്റില്ല, ഞാൻ ഡാൻസറായിട്ട് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട പറ്റൂല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡ് ഡാൻസ് ചെയ്യുമ്പോൾ സമയത്ത് ഫാമിലി, നമ്മുടെ സർക്കിള് എല്ലാവരും നമ്മളെ പറ്റി ഓ ഇയാൾ ഡാൻസറാ, അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ആ ടോക്ക് എൻ്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ദൈവം തന്നൊക്കെ വില്ലൻ വേഷങ്ങളാണ്, അത് ഭയങ്കര സന്തോഷം. അത് ഞാൻ പറഞ്ഞത് ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു വേഷം എന്തായാലും വരുമല്ലോ. അങ്ങനെ ആയിരിക്കും. പ്രശാന്ത് ജി എനിക്ക് വിളിച്ചിട്ട് ഇത് ചെയ്യണം, പിന്നെ വന്ന് എന്നോട് എനിക്ക് അത്ഭുതം വന്നിട്ട് എന്നോട് കഥ പറഞ്ഞു. അപ്പം ഞാൻ കടസിലെ ബിരിയാണി ചെയ്ത് കഴിഞ്ഞ ശേഷം പക്ഷെ അപ്പോൾ വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്, ഈ ചേട്ടൻ ഇത് ചെയ്യണം, ചേട്ടൻ ഇത് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറ്റുമോ, ഞാനൊരു ഓഫീസർ എന്ന് പറയുമ്പോൾ ഓഫീസർ എൻ്റെ മൈൻഡിൽ ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ സൂര്യയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഹൈറ്റ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്നെപ്പോലെ ഒരാളെ എങ്ങനെ, പക്ഷെ ഭയങ്കര അത്ഭുതമാണ് പുള്ളി. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ഫോട്ടോ എനിക്ക് പുള്ളി അയച്ച് ഞാൻ കണ്ടു, ഞെട്ടിപ്പോയി എന്നെ എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വരിക എനിക്കൊരു കോൺഫിഡൻ്റ് എനിക്കപ്പോൾ പറ്റൂല്ലേ എന്ന്. അത് കടസിലെ ബിരിയാണീൻ്റെ സമയത്ത് എനിക്ക് അതിൽ ഞാൻ സബ് ഇൻസ്പെക്ടറാണ്, ഫുൾ ത്രൂ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അത്ഭുതമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ഡാൻസറായ ഞാൻ ഇങ്ങനെ വേറെ ലെവലിലോട്ടാണ് ചെയ്യുന്നത്. അതും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ. ഈ എന്നത് എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചാൽ എൻ്റെ പോസ്റ്ററിൽ തന്നെ ആ ക്യാരക്ടർ ഉണ്ട്. അത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നെക്കുറിച്ച് വിശ്വസിപ്പിക്കുന്ന സിനിമയാണ് ഇത്. പിന്നെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റാത്തതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പറയാനും പറ്റില്ല, പക്ഷെ എക്സ്പ്രസും ചെയ്യണല്ലേ. അപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടറിന് ഭയങ്കര ഡിഫറെന്റ് ആയി തോന്നിയോ കൂടുതൽ ലുക്കില് ജസ്റ്റ് നോട്ടത്തില് ഒക്കെ, കൂടുതൽ ഡയലോഗ്സിലല്ല, അങ്ങനെയാണ് എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? അങ്ങനെ ഒരു വലിയൊരു ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചെയ്യാൻ മാത്രം മലയാള സിനിമയോ തമിഴ് സിനിമയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടം തോന്നിയ നിമിഷങ്ങളാണ്. ഞാനൊരു ഡാൻസറായിട്ട് ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്ന ഒരുപാട് ഡാൻസ് ഫോംസ് അറിയാം. അങ്ങനെ ഞാൻ കടന്നു ചെന്ന ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനൊരു റോളിലേക്ക് വരുമ്പോൾ അതെനിക്ക് എന്നെ തന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. എനിക്ക് എന്നോട് തന്നെ നിമിഷങ്ങൾ തോന്നി. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിനൊരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരും കാണണം. വളരെ കഷ്ടപ്പെട്ട് ആ ഡയറക്ടർ അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ അതിനകത്തുണ്ട്. പ്രൊഡ്യൂസറാണ് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് എന്നോടൊക്കെ നന്നായിട്ട് റൂം സൗകര്യം എല്ലാം വളരെ ഇതായിട്ട് തന്നെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയണേ, ഈ സിനിമ എല്ലാവരും കാണേണ്ട മൂവിയാണ്. അതിനകത്ത് ഒരു എലമെൻ്റ് ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സംഗതികളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. ഇനിയും നിങ്ങൾക്കും ഒരുപാട് റോൾസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.